ഇൻ്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ദ ക്ലാസിക്കൽ തിയറി ഓഫ് ദി ഇൻട്രസ്റ്റ് റേറ്റ് ഓർ ദി റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. ക്ലാസിക്കൽ തിയറിയിൽ എങ്ങനെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദി ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്, ഇൻട്രസ്റ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ഫോർ ദി യൂസ് ഓഫ് ക്യാപിറ്റൽ. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ക്യാപിറ്റലിൻ്റെ ഉപയോഗത്തിന് നൽകുന്ന പ്രൈസിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ആൻഡ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്നത്. The demand for capital is determined by investment demand and supply of capital depends on savings. ക്യാപിറ്റലിൻ്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. അതുപോലെ സപ്ലൈനെ നിയന്ത്രിക്കുന്ന ഘടകമാണ് സേവിങ്സ്. Since investment and savings are determined by real factors, the theory is also known as the real theory of interest. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയും സേവിങ്സിനെയും നിർണ്ണയിക്കുന്നത് പ്രധാനപ്പെട്ട ഘടകങ്ങൾ റിയൽ ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തിയറി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദ റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇവിടെ റിയൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത് ഒന്നാമത്തെയാണ് പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റലിൻ്റെ ഉൽപാദനക്ഷമത. രണ്ടാമത്തത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ത്രിഫ്റ്റ്. ത്രിഫ്റ്റ് മീൻസ് മിതവ്യയം അല്ലെങ്കിൽ സേവിങ്സ്. അപ്പോൾ ആ സേവിങ്സിനോടുള്ള ആളുകളുടെ മനോഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് റിയൽ ഫാക്ടേഴ്സ് ആയിട്ട് പരിഗണിക്കുന്നത്. ക്യാപിറ്റൽ ഈസ് ഡിമാൻഡഡ് ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡക്റ്റീവ്. ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഈസ് സബ്ജക്റ്റ് ടു ദി ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഇനി എന്തുകൊണ്ടാണ് ക്യാപിറ്റലിന് ഡിമാൻഡ് ഉള്ളത്? ക്യാപിറ്റൽ ഡിമാൻഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് പ്രൊഡക്റ്റീവ് ആയതുകൊണ്ടാണ്, ഉൽപാദനക്ഷമത ഉള്ളതുകൊണ്ടാണ്. ഇനി ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനക്ഷമത എപ്പോഴും ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിന് വിധേയമാണ്. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്? ക്യാപിറ്റലിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നതിനോടൊപ്പം അതിൽ നിന്നുള്ള റിട്ടേൺസ് കുറഞ്ഞു വരുന്നതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. The investors are willing to demand more fund for investment only at a lower rate of interest. ഇനി നിക്ഷേപകർ എപ്പോഴാണ് കൂടുതൽ ഫണ്ട് ഡിമാൻഡ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഫണ്ട് ഡിമാൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറയുന്ന സമയത്താണ്. ദസ് the relation between the level of investment and the rate of interest is inverse. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലെവലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ബന്ധം വിപരീതമാണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആണ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. ഇനി ക്യാപിറ്റലിൻ്റെ സപ്ലൈ നോക്കാം. ദ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ സേവിങ്സ്. ക്യാപിറ്റലിൻ്റെ സപ്ലൈ എന്തിനെ ആശ്രയിച്ചിരിക്കും? സേവിങ്സിനെ അല്ലെങ്കിൽ സമ്പാദ്യത്തിനെ ആശ്രയിച്ചിരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡിറ്റർമിനിങ് ദ സപ്ലൈ ഓഫ് സേവിങ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ത്രിഫ്റ്റ്. അപ്പോൾ സേവിങ്സിൻ്റെ സപ്ലൈനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ്? ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ത്രിഫ്റ്റ്, ത്രിഫ്റ്റിനോടുള്ള ആളുകളുടെ മനോഭാവം. പീപ്പിൾ സേവ് മോർ അറ്റ് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Thus the supply curve of capital is a positively sloping one. ജനങ്ങൾ കൂടുതൽ പൈസ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്താണ്. ക്യാപിറ്റലിൻ്റെ സപ്ലൈ കർവിൻ്റെ ആകൃതി എങ്ങനെയായിരിക്കും? പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. കാരണം അത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ സേവിങ്സ് കൂടുതലായിരിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ സേവിങ്സും കുറവായിരിക്കും. ഇനി എങ്ങനെയാണ് ക്ലാസിക്കൽ തിയറിയിൽ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് നോക്കാം. ദ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്സ് കർവ്. ഇപ്പോൾ സേവിങ്സ് കർവും ഇൻവെസ്റ്റ്മെൻറ്റ് കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്നത്. ഇനി അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. ഇതാണ് ഗ്രാഫ്. ഇതിൽ എക്സ് ആക്സിസിൽ മെഷർ ചെയ്യുന്നത് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ആണ്, വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എസ് എന്ന് പറയുന്നത് സേവിങ്സിനെയാണ് കാണിക്കുന്നത്, ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്.
സോ SS ഈസ് ദ സപ്ലൈ കർവ് ഓഫ് ക്യാപിറ്റൽ. സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ക്യാപിറ്റലിൻ്റെ സപ്ലൈ കർവാണ്. അതുപോലെ II ഈസ് ദ ഡിമാൻഡ് കർവ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റലിൻ്റെ ഡിമാൻഡ് കർവിനെയാണ് II എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി സേവിങ് കർവും ഇൻവെസ്റ്റ്മെൻറ്റ് കർവും തമ്മിൽ E എന്ന പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത്. ദ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കർവ് ഇൻ്റർസെക്റ്റ് അറ്റ് പോയിന്റ് E വെൻ OQ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ ഈസ് ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കർവും സപ്ലൈ കർവും E എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ആ സമയത്ത് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്യാപിറ്റലിൻ്റെ അളവ് OQ ആണ്. അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ അളവ് OQ ആണ്. അതായത് ക്യാപിറ്റലിൻ്റെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്നു. ദ കറസ്പോണ്ടിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R ഈസ് ദ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സേവിങ്സ് കർവും ഇൻവെസ്റ്റ്മെൻറ്റ് കർവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ചിത്രത്തിൽ R എന്ന പോയിന്റിലാണ് വരുന്നത്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ OR, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് OR എന്ന ലെവലിനേക്കാൾ കൂടുതലാണ് എന്ന് വിചാരിക്കുക. സിറ്റുവേഷൻ എന്തായിരിക്കും? ദ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ വിൽ എക്സീഡ് ദ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ. ക്യാപിറ്റൽ സപ്ലൈ ക്യാപിറ്റലിൻ്റെ ഡിമാൻഡിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് അവിടെ എക്സസ് സപ്ലൈ ഓഫ് ക്യാപിറ്റലാണ് ഉണ്ടാകുന്നത്, ക്യാപിറ്റലിൻ്റെ സപ്ലൈ അധികമാകുന്നു. Then competition in the market will lead to the establishment of the equilibrium rate of interest. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മാർക്കറ്റിനകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ആ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് വീണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. Then on the other hand, the rate of interest is lower than OR. The demand for capital will exceed the supply of capital. ഇനി പലിശ നിരക്ക് ORനേക്കാൾ താഴെയാണെന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ഏത് കൂടുതലായിരിക്കും? ക്യാപിറ്റലിൻ്റെ ഡിമാൻഡ് ക്യാപിറ്റലിൻ്റെ സപ്ലൈയേക്കാൾ കൂടുതലായിരിക്കും. കോമ്പറ്റീഷൻ among the investors will lead to the establishment of the rate of interest OR. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ കാരണം വീണ്ടും സമ്പദ് വ്യവസ്ഥയിൽ പലിശ നിരക്ക് ഉയരുകയും അത് OR എന്ന നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. Thus OR is the equilibrium rate of interest. അതുകൊണ്ട് തന്നെയാണ് ORനെ എന്തായിട്ട് പരിഗണിക്കുന്നത്? ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസിക്കൽ തിയറിയിൽ പലിശ നിരക്ക് നിർണ്ണയിക്കപ്പെടുന്നത്. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഈക്വാളിറ്റിയാണ് അതിന് കാരണമാകുന്നത്. ഇനി ക്ലാസിക്കൽ തിയറിയിൽ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് ഹാസ് ബീൻ സിവിയർലി ക്രിട്ടിസൈസ്ഡ് ബൈ കെയ്ൻസ്. ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റിനെ പ്രധാനമായും ക്രിട്ടിസൈസ് ചെയ്ത വ്യക്തിയാണ് JM കെയ്ൻസ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തത്, ദ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ക്ലാസിക്കൽ തിയറിയുടെയും പ്രധാനപ്പെട്ട ഒരു അസംഷനാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഈസ് നോട്ട് എ നോർമൽ സിറ്റുവേഷൻ. ടു കെയ്ൻസ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഈസ് ദ നോർമൽ സിറ്റുവേഷൻ. ക്ലാസിക്കൽ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡിഫക്റ്റ് തന്നെയാണിത്. കാരണം സമ്പദ് വ്യവസ്ഥയുടെ നോർമൽ സിറ്റുവേഷനായിട്ട് ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റിനെയാണ് പരിഗണിക്കുന്നത്. പക്ഷെ ഒരിക്കലും എന്തല്ല, ഫുൾ എംപ്ലോയ്മെൻറ്റ് സമ്പദ് വ്യവസ്ഥയുടെ നോർമൽ സിറ്റുവേഷനായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ സമ്പദ് വ്യവസ്ഥ എപ്പോഴും അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, aggregate investment and aggregate savings are brought into equilibrium through the rate of interest. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലൂടെയാണ് അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അഗ്രിഗേറ്റ് സേവിങ്സും തമ്മിലുള്ള ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം. ഇൻകത്തിലുണ്ടാകുന്ന മാറ്റത്തിലൂടെയാണ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ കഴിയുന്നത്. ദ ക്ലാസിക്കൽ തിയറി നെഗ്ലക്റ്റ് ദ എഫക്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ദി ലെവൽ ഓഫ് ഇൻകം. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തിനെ ക്ലാസിക്കൽ തിയറി പൂർണ്ണമായും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എനി ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ എഫക്റ്റ് ദ ലെവൽ ഓഫ് ഇൻകം ഡയറക്ട്ലി. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നിലവാരത്തിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും ഡയറക്റ്റായിട്ട് ഇൻകത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു കൺസെപ്റ്റിന് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ പ്രാധാന്യം നൽകിയിട്ടില്ല. അടുത്തത്, എ പ്യൂർ തിയറി ഓഫ് ഇൻട്രസ്റ്റ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഓൺലി റിയൽ ഫാക്ടേഴ്സ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിർണ്ണയിക്കുന്നതിൽ റിയൽ ഫാക്ടേഴ്സിനെ മാത്രമാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇറ്റ് കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മോണിറ്ററി ഫാക്ടേഴ്സ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്.
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിർണ്ണയിക്കുന്നതിൽ മോണിറ്ററി ഫാക്ടേഴ്സിൻ്റെ സ്വാധീനത്തിന് പൂർണ്ണമായും അവോയ്ഡ് ചെയ്തു. ഏതൊക്കെയാണ് മോണിറ്ററി ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്? ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി, പണത്തിൻ്റെ ഡിമാൻഡും പണത്തിൻ്റെ സപ്ലൈയും. 5th പോയിന്റ്, the savings and investment functions are not independent as analyzed by the classical economist. ക്ലാസിക്കൽ ഇക്കണോമിക്സിൽ പറയുന്നത് പോലെ സേവിങ് ഫംഗ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനും ഇൻഡിപെൻഡൻ്റ് അല്ല, സ്വതന്ത്രമായിട്ടല്ല നിൽക്കുന്നത്. വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് വേരീസ്, ഇൻകം വിൽ ആൾസോ വേരി ആൻഡ് ദ സപ്ലൈ ഓഫ് സേവിങ്സ് വിൽ ചേഞ്ച്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇൻകത്തിൽ മാറ്റം വരും, ഇൻകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സേവിങ്സിൻ്റെ സപ്ലൈയിൽ മാറ്റം വരുത്തും. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ച് ക്ലാസിക്കൽ ഇക്കണോമിക്സിൽ പറയുന്നില്ല. ഇൻ ദി ക്ലാസിക്കൽ തിയറി, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലാസിക്കൽ തിയറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഫംഗ്ഷനാണ്. ടു കെയ്ൻസ്, of the two determinants, the more influential factor of investment is marginal efficiency of capital rather than the rate of interest. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. 7th പോയിന്റ്, അക്കോർഡിംഗ് ടു ദി ക്ലാസിക്കൽ തിയറി ദർ ഈസ് ഓൾവേസ് ആൻ ഈക്വാലിറ്റി ബിറ്റ്വീൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലാസിക്കൽ തിയറിയിൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഈക്വൽ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ടു കെയ്ൻസ്, ദർ ഈസ് നോ ഓട്ടോമാറ്റിക് മെക്കാനിസം ടു ബ്രിങ് അബൌട്ട് ആൻ ഈക്വാലിറ്റി ബിറ്റ്വീൻ മാർക്കറ്റ് ആൻഡ് ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ്. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും തുല്യമാക്കുന്ന ഓട്ടോമാറ്റിക് മെക്കാനിസം മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇക്കോണമിയിൽ പ്രവർത്തിക്കുന്നില്ല. 8th പോയിന്റ്, ഫൈനലി ആസ് പോയിന്റ് ഔട്ട് ബൈ കെയ്ൻസ്, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഇൻ ദി ക്ലാസിക്കൽ തിയറി. ക്ലാസിക്കൽ തിയറിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിർണ്ണയിക്കാൻ കഴിയില്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ പൊസിഷൻ ഓഫ് ദ സേവിങ്സ് കർവ് വേരീസ് വിത്ത് ദ ലെവൽ ഓഫ് ഇൻകം. കാരണം ഇൻകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സേവിങ്സ് കർവിൻ്റെ പൊസിഷനിൽ മാറ്റം വരും. ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ഡെവലപ്ഡ് ദെയർ തിയറി ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഇൻകം ഈസ് എ കോൺസ്റ്റൻറ്റ് ബട്ട് ഇൻ റിയാലിറ്റി ഇൻകം ഈസ് വേരിയബിൾ. ഇപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ ഇൻകം കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരമാണ് എന്ന അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇൻകം കോൺസ്റ്റൻ്റ് അല്ല, വേരിയബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.